വെൽക്കം ബാക്ക് ടു ഇൻഷിമേറ്റ്. അപ്പോൾ ഇന്നതാ ഇലാനുണ്ട്, ഇസിയാനുണ്ട്. അപ്പോൾ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാല്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ ഇസിയാന? ഒരു ഫ്രണ്ടിന്റെ കോഴിഫാമിൽ പോയിക്കാണ്ട് ചൂണ്ടെടുത്ത് ആ അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ കോഴി ഫാം ഉണ്ട്. കോഴി ഫാമിൽ ഒരു പാറമട ഉണ്ട്. കോറിയില് നമ്മൾ ചൂണ്ടിടാൻ പോവാണ്. അത് ഇഷ്ടം പോലെ സിലോപ്പിയുള്ള ഒരു കോറിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. കോറി ഉള്ളത് വളാഞ്ചേരി അടുത്ത് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. റെഡി? അങ്ങനെ നമ്മൾ കോഴി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫാം. 5 ഷെഡാണ് ഉള്ളത് ഇവിടെ. ഇതൊന്ന്, ഇത് 2, 3 അവിടെ. കോഴി ഫാം ഇതിൽ 16 ദിവസമായിട്ടുള്ളതാണ് ഉള്ളത്. ഇതിലുണ്ട്. ഇതൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇത് വലുതാവും തോറും അതിങ്ങനെ നീക്കി കൊടുക്കലാണ് ഒരു ബാരിക്കേഡ്. ഒന്ന്, 2, 3, 4, 5. ഇപ്പൊ 2 ഷെഡിലേ ഉള്ളൂ. ബാക്കിയൊക്കെ പോയതാണ്. ഇനി ഒരു മാസത്തിനുള്ളിൽ എല്ലാ ഷെഡിലും ആവും. ഇങ്ങനെ ഓരോരോ ബാച്ച് ആയിട്ട് ഇതാവുന്നതാണ്. ഇത് ഒരു സ്റ്റോർ റൂം പോലെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. ഇത് പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ വീടാണ്. ഒരു ബാത്റൂം ഉണ്ട്, ടാങ്കുകൾ ഇതാ, നല്ല തണലാണ്. കണ്ടാ ഇല്ലാനെ ചെയ്യാൻ കണ്ണടയിച്ചിട്ട് നോക്കടാ. ഇതാണ് കോഴി ഫാം. തൊടാൻ പാടില്ല. ഇത് എത്ര കോഴി ഉണ്ടെന്ന് പറയാൻ പറ്റും എനിക്ക്? 2700 കോഴികളുണ്ടത്. ഇത് 6 ദിവസം. ഇത് മുട്ട വിരിഞ്ഞിട്ട് 6 ദിവസാ. മുട്ട വിരിഞ്ഞിട്ട് 6 ദിവസം ആയ കോഴികളാണ്. ബ്രോയിലർ. ഫുഡ് ഇത് വേറെ ഒരു ഇതാണ്. ഇത് 16 ദിവസമായതാണ്. 16 ദിവസം. അങ്ങോട്ട് പോകത്തില്ല. തിന്നുക, വിശ്രമിക്കാം. ഞങ്ങള് ബ്രോയിലർ കോഴി നമ്മൾ പീടിയെന്ന് മേടിക്കൂലാണ്. ഇതൊരു 20 ദിവസമാകുന്ന സമയത്ത് ഈ ബാരിക്കേഡ് ഇത് ഒഴിവാക്കിയിട്ട് ഇത് മൊത്തം അതിന് തുറന്നു കൊടുക്കും. അങ്ങനെ ചെയ്യാം. ഇത് ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കും. അതിൽ ഫുള്ള് ഫുഡ്, അവിടൊക്കെ ഫുഡാണ്. ഇതാണ് നമ്മള് കടയിൽ നിന്ന് മേടിക്കൂലേ കോഴി, 1 കിലോ കോഴി ഒക്കെ പറഞ്ഞിട്ട് ഇറച്ചി. മരുന്നടിക്കലല്ല, ഇതിന് വാക്സിൻ ഉണ്ട്. വാക്സിൻ ഇപ്പൊ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കൂലേ, അതേപോലെ വാക്സിൻ കൊടുക്കും. നിങ്ങൾക്കൊക്കെ വാക്സിൻ തന്നിട്ടില്ലേ? വാക്സിൻ സാധനം ഉണ്ട്. ഇഞ്ചക്ഷൻ, BCG വാക്സിൻ, കുറെ വാക്സിൻ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കൊടുക്കൂലേ. രോഗം വരാതിരിക്കാൻ കൊടുക്കുന്ന മരുന്നിനാണ് വാക്സിൻ എന്ന് പറയാം. എങ്ങനെയുണ്ട്? എനിക്ക് വേണം തീന്ന് ഇതൊക്കെ ഫുഡ്. ഭക്ഷണം ഇട്ട് കൊടുക്കൽ എങ്ങനെയാ ചോദിച്ചില്ലാനെ? ഭക്ഷണം അതിന്റെ മേലെ കൂടെ എങ്ങനെ ഇട്ട് കൊടുക്കും. അത് ഫില്ല് ചെയ്ത് വെക്കും. इधर इधर पंडित
6 ദിവസം പ്രായമായ സാധനമാണ്. നമ്മൾ കോഴി ഫാമില് വന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഭയങ്കര ഒരു പാറമട ഉണ്ട്. ഇതാ കാണാൻ പറ്റും പാറമട. അവിടെ ഒരു പാറമട ഉണ്ട്. അവിടെ ചൂണ്ടിടാനാണ്. അവിടെ സിലോപ്പികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതൊന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ്. ഇല്ലാൻ പിടിക്കോ? ഇത് ജെഫിൽ, ഇലാന്റെ കസിനാണ് ജെഫിൽ. പിടിക്കാ? നീ ചൂണ്ടിടോ? നീ പിടിക്കുന്നുണ്ടോ? എത്ര പിടിക്കും? 10 പിടിക്കല. ഇല്ല എത്ര പിടിക്കും? 3 എണ്ണം. ഓക്കെ, അപ്പൊ നമുക്ക് മീൻപിടുത്തത്തിലേക്ക് കടക്കാം. എങ്ങനെ കെട്ടാന്നാണ്. സിമ്പിൾ. നമ്മൾ റെഡിയാണ്. 3 ചൂണ്ടയും നമ്മൾ ഇരയായിട്ട് എടുത്തിട്ടുള്ളത് മൈദയാണ്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? എന്നാ പോവാ. ചൂണ്ടലെടുത്തോ. അത് നമ്മള് പോവാണ്. കുളത്തിലേക്ക് ഇങ്ങനെ നടക്കണം. ഇതാ വീടിന്റെ ബാക്കിലാണ് ഉള്ളത്. ഇതാ നോക്കിയിട്ട് പോണേ ലാൻ. അപ്പൊ പിടിക്കാം. നടക്കേ. സാഹസികമായിട്ട് ചെയ്യാം. എന്താ ഓക്കെ, നടക്കേ. അടുത്ത ആൾ. അയിഞ്ഞു പോയാ? ഓക്കെ, ഇസിയാബ പിടിക്കാ. സിയാനെ ഇതാ അവിടുന്ന് തരാം. കാട്ടിലൂടെ പോവാ. അതാ മയിലതാ പെൺമയിലാണ്. ഞാൻ ആൺമയിലാണ് പീലികൾ ഉണ്ടാവുക. നല്ല ചെറുത് നോക്കിട്ടെ. ഈസിയാണേ. ഓക്കെ, കൈത്തട്ട്. ഓക്കെ, കമോൺ. എങ്ങനെയുണ്ട് ജിയാന സ്ഥലം? കാട്ടിൽ കൂടെ പോണിട്ടാ. ആ വെള്ള സാധനം അതിങ്ങനെ കീറിയിട്ടേ അതിങ്ങനെ ഉറ്റും. റബ്ബർ പാലിന്ന് പിന്നെ റബ്ബർ ഷീറ്റ് ഉണ്ട്. അത് അതൊന്ന് കാണിച്ചു കൊടുത്തോ. എടുത്ത് കണ്ട് കാണിച്ചു കൊടുക്കും. വേഗം കാണിച്ചു കൊടുക്കേ. റബ്ബർ മരം ട്ടാ.
നമ്മളെ പാറമടതാ കോറയാണ്. നമ്മളെ ശല്യം ചെയ്യേണ്ട നേരിച്ചിട്ട് ആള് പോവാണ്. കേറുന്നില്ല, കേറാനുള്ള ഗ്യാപ്പില്ല. നല്ല ചേരയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇലാനിട്ടു, ദൂരേക്കിടില്ലാന. ഇതാ ആദ്യത്തെ സിലോപ്പി. നമ്മള് 2 മാസം മുന്നേ ഇവിടെ വന്നിട്ട് ഇതിൽ നിന്ന് ഒരു 10-40 സിലോപ്പിനെ പിടിച്ചതാണ്. പക്ഷെ ഇന്ന് 4 ചൂണ്ടലും 4-5 ആൾക്കാരും ഉണ്ടായിട്ട് ആകെ കിട്ടിയത് 1 മാത്രമാണ്. ഇയാളെ മാത്രം വീട്ടിൽ കൊണ്ടുപോണ്ട. ഇയാള് ഇതിൽ തന്നെ കിടക്കട്ടെ, വലുതാവട്ടെ. അപ്പോൾ ഇനി ഇതെന്താ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കൊക്ക കുറച്ചും കൂടെ വലുതായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മണ്ണിര അല്ല നമ്മൾ ഇതാക്കിയത്, ഇരയാക്കിയത്. നമ്മൾ മൈദയായി. സിലോപ്പിയും മൈദയും തമ്മിൽ വലിയൊരു ബന്ധമില്ല. എങ്ങനെയുണ്ട് കുളം? എങ്ങനെയുണ്ട്? മീനെ കിട്ടിയില്ലല്ലേ? ഇല്ല, ഇവിടെ ഇതിലൂടെ അല്ലേ ഒന്ന് മീനെ. ഓക്കെ, നടക്കുക ഈസിയാ. കാട്ടിലൂടെ നടക്കുമ്പോ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ എടുക്കണ ആ കിട്ടിയത് വരും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഫിഷിങ്? എന്താ ഫിഷിങ്ങിന് വന്നിട്ട് എന്തായാലും മീൻ വീട്ടിലെങ്കിലും പാവം കാണാൻ പറ്റില്ല. അപ്പൊ വീണ്ടും കാണുന്നത് വരെ അപ്പൊ നമ്മളെ ചാനൽ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.